തീരുമാനിച്ചതായി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ നടത്തിയ ഡിപ്ലോമേറ്റ് ഓഫ് നാഷണൽ ബോർഡ് പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ 1ാം സ്ഥാനം നേടി ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ ചാഴികാട് ഹോസ്പിറ്റലിലെ നെഫ്രോളജിസ്റ്റ് ഡോക്ടർ രഞ്ജിനി രാധാകൃഷ്ണനെ ആദരിച്ചു. ഇടുക്കിയിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ 6 പതിറ്റാണ്ടായി വിസ്തൃത സംഭാവനകൾ നൽകുന്ന തൊടുപുഴ ന്യൂമാൻ കോളേജിന് പുതിയ കവാടം സ്വന്തമായി. ഡയമണ്ട് ജൂബിലി വർഷത്തോടനുബന്ധിച്ച് ആർച്ച് ഓഫ് വിസ്ഡം എന്ന നാമകരണം ചെയ്ത് നിർമ്മിച്ച കവാടത്തിന്റെ ഉദ്ഘാടനം കോതമംഗലം രൂപത അധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ നിർവഹിച്ചു. അരിപ്പുഴ മൂഴിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവത്തിന് ആരംഭം കുറിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാവനാട് പരമേശ്വരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തൊടുപുഴ താലൂക്ക് റൂറൽ മർച്ചന്റ്സ് വെൽഫെയർ സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ പൊതുജനങ്ങൾക്കും സഹകാരികൾക്കുമായി നീതി മെഡിക്കൽ സ്റ്റോർ ആരംഭിക്കുമെന്ന് പ്രസിഡന്റ് ജയകൃഷ്ണൻ പുതിയെടുത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. മുൻ എംഎൽഎ കെപിസിസി എക്സിക്യൂട്ടീവ് അംഗവുമായിരുന്ന പി സുലൈമാൻ റാവുത്തർ സിപിഎമ്മിൽ ചേർന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചതായി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കെപിസിസി രൂപീകരിച്ച രമേശ് ചെന്നിത്തല ചെയർമാനായുള്ള 25-അംഗ തിരഞ്ഞെടുപ്പ് പ്രചരണ സമിതി അംഗത്വം രാജിവെച്ചാണ് റാവുത്തർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് സിപിഐഎമ്മിലേക്ക് എത്തുന്നത്. മുൻ എംഎൽഎയും കെപിസിസി എക്സിക്യൂട്ടീവ് അംഗവുമായിരുന്ന പി സുലൈമാൻ റാവുത്തർ സിപിഎമ്മിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കെപിസിസി രൂപീകരിച്ച രമേശ് ചെന്നിത്തല ചെയർമാനായുള്ള 25-അംഗ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതി അംഗത്വം രാജിവെച്ചാണ് റാവുത്തർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് സിപിഐഎമ്മിലേക്ക് എത്തുന്നത്. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ KSU നേതാവായിരിക്കെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായാണ് പൊതുപ്രവർത്തന രംഗത്തേക്ക് എത്തുന്നത്. VM സുധീരൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിരിക്കെ സംസ്ഥാന ട്രഷററായും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രസിഡന്റായിരിക്കെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചു. 1982 ഇടുക്കിയിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് 1200 വോട്ടിന് പരാജയപ്പെട്ടു. 1996 ഇപ്പോഴത്തെ UDF കൺവീനർ ജോയി വെട്ടിക്കുഴിയെ പരാജയപ്പെടുത്തി ഇടുക്കിയിൽ നിന്നും LDF MLA ആയി. 2 തവണ ഇടുക്കി മണ്ഡലത്തിൽ സ്വതന്ത്രനായി മത്സരിച്ച് 30,000 വോട്ടുകൾ വീതം നേടിയിരുന്നു. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലാകെ വിപുലമായ സൗഹൃദ ബന്ധവും പ്രവർത്തന പരിചയവുമുള്ള സുലൈമാൻ റാവുത്തറുടെ വരവ് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ വിജയത്തിന് കരുത്ത് പകരുമെന്നും നേതാക്കൾ പറഞ്ഞു. ദേശീയ തലത്തിൽ ഇവിടെ സമഗ്ര ഫാസിസ്റ്റ് വർഗീയ ശക്തിയെ നേരിടാൻ ഇന്ത്യൻ പാർലമെന്റിനകത്തും പുറത്തും ഇടതുപക്ഷ പാർട്ടികളുടെ ഒരു ശക്തമായ നില സൃഷ്ടിക്കപ്പെടുന്നത് നമ്മുടെ മുൻപോട്ടുള്ള നീക്കങ്ങൾ വളരെ ദുർബലമാകും എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ഇടതുപക്ഷ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റുമായി CPM-മായി സഹകരിച്ചുകൊണ്ട് ആ ഒരു പ്രവർത്തനത്തിൽ എൻ്റെതായ വലിയ പങ്ക് വഹിക്കണമെന്ന് കഴിഞ്ഞ 3 വർഷക്കാലത്തെ രാഷ്ട്രീയ നിശബ്ദതയ്ക്കിടയിൽ ഞാൻ വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണ് CPM-ന്റെ ഭാഗമായി അതിലൂടെ ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായി ഈ പോരാട്ടത്തെ കൊണ്ടുവരികയാണ്. അതാണ് വളരെ ചുരുക്കമുള്ള എഴുതിയിട്ടുണ്ട് എന്ന് പറയാം. ഇടുക്കി ജില്ലയിൽ നിന്ന് 10 KPCC ഇലക്ഷനൊക്കെ ആ 10 പേര് വന്നത് താഴെന്നല്ല. ആ 10 പേര് ഉമ്മൻചാണ്ടി രമേശും സതീശനും മറ്റേ സുധാകരനും ഇതാണ് 10. ആ 10 സുലൈമാൻ റാവുത്തർ വേണോ വേണ്ടത് നമുക്ക് തീരുമാനിച്ചു. അല്ല പാർട്ടി പ്രവർത്തകരല്ല. അതിലൊക്കെ ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പിന്നീട് എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത് ഞാൻ ഈ പാർട്ടി സുധാകരനും സതീശനും തമ്മിൽ ഞാനിങ്ങനെ ആദ്യം നേതാക്കന്മാരുടെ പുറകെ പോകുന്ന ഒരാളാണ്. ഞാൻ സുധാകരനെ 6 പ്രാവശ്യം പറഞ്ഞു. എന്നെ അത് തിരിച്ചു വിളിക്കുകയോ അല്ലെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യുകയോ ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഒരു PA സുരേന്ദ്രൻ എന്ന അദ്ദേഹം അപ്പോൾ PT തോമസുമായിട്ട് സംസാരിക്കുമ്പോൾ സുരേന്ദ്രനാണ് അദ്ദേഹം അടുത്തതാണ്. സുരേന്ദ്രൻ ഞാൻ സുരേന്ദ്രനെ വിളിച്ചു. സുരേന്ദ്രൻ പറഞ്ഞു പ്രസിഡന്റ് കണ്ണൂരാണ്, തിരുവനന്തപുരം പോകുന്ന ഞാൻ വിളിച്ച് ഞാൻ തന്നെ ഫോൺ തന്നതാണ്. ഒന്നില്ല, വിളി വന്നില്ല. പിന്നെ സുധാകരൻ തൊടുപുഴ വന്നു. ഞാൻ പോയി കാണാൻ പോയി. കാരണം ആ പ്രാവശ്യം വിളിച്ചിട്ടല്ലേ ഡിസോൺ ചെയ്തതാണ്. പിന്നെ ഞാൻ പോയി കാണേണ്ടതില്ല. അതൊരു സംഘടന വയ്യാതെയല്ല. അങ്ങനെ സുധാകരൻ വന്നു. ഞാൻ പറഞ്ഞിരിക്കും
അവിടെ തൊട്ട് ഞാൻ പിന്നെ പാർട്ടി പ്രവർത്തനങ്ങളില്ല. നിങ്ങൾ എവിടെയും ബന്ധമാണെങ്കിൽ 3 വർഷങ്ങൾക്ക്. പിന്നെ മെമ്പർഷിപ്പ് വന്നപ്പോൾ ഞാൻ കൊടുക്കാൻ ഞാൻ കോൺഗ്രസ്സിൽ ഇല്ലെന്ന്. അപ്പോൾ കോൺഗ്രസ്സിനോടുണ്ടായിരുന്ന പ്രത്യയശാസ്ത്രപരമായി സംഘടനാപരമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോഴാണ് ഈ അനുഭവം. CPM-ന്റെ ഭാഗമായി ഇപ്പോൾ ഈ നിമിഷത്തോട്ട് പ്രവർത്തനം ആരംഭിക്കുന്നു. എൻ്റെ ഈ അങ്ങോട്ടുള്ള ജീവിതവും ആരോഗ്യവും ആയുസ്സും എല്ലാം ഈ പ്രസ്ഥാനത്തിന് ഇടതുപക്ഷത്തിലേക്ക് വേണ്ടി നിലവിളിക്കാം എന്ന് എനിക്ക് ബോധ്യമുണ്ട്. CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ്, VV മത്തായി, KL ജോസഫ്, മുഹമ്മദ് ഫൈസൽ, KN ഷിയാസ്, PV സുനിൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രവാസി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന തന്നെ വിജയിപ്പിച്ചാൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് സ്ഥാനാർത്ഥി ജോമോൻ ജോൺ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദൈവഭയവും മനസാക്ഷിയുമുള്ള പ്രതിനിധിയെ തിരഞ്ഞെടുക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. പ്രവാസി സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന തന്നെ വിജയിപ്പിച്ചാൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് സ്ഥാനാർത്ഥി ജോമോൻ ജോൺ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കുറ്റവാളികൾക്ക് അവരുടെ മനുഷ്യാവകാശം വലുതാണ്, മൃഗങ്ങൾക്ക് അവരുടെ ജീവനാവകാശം വലുതാണ്, സാധാരണക്കാരുടെ ജീവനാവകാശം ഇവിടെ. ആ ഒരു ആശയം മുൻനിർത്തിയാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. ഞങ്ങൾ 3 കാര്യങ്ങൾക്ക് ഗ്യാരണ്ടി പറഞ്ഞാണ് ഈ ഇലക്ഷനിൽ സമ്മതിദായകരെ നേരിടുന്നത്. ഒന്ന്, വന്യമൃഗ ഭീഷണി പൂർണ്ണമായും വേലി കെട്ടിയും കുഴി കുഴിച്ചും ഇല്ലി വെച്ചും വനങ്ങൾക്കുള്ളിൽ കൃഷി ചെയ്തും ജല അവൈലബിലിറ്റി ഉറപ്പുവരുത്തിയും അത് തടയും. 2, പുതുക്കിയ മുല്ലപ്പെരിയാർ ഡാം നമുക്ക് നടപ്പിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ മലയാളികൾ താമസിക്കുന്ന എല്ലാ വിദേശ രാജ്യങ്ങളിലേക്കും, പ്രത്യേകിച്ച് യൂറോപ്പ്, കാനഡ, ഓസ്ട്രേലിയ, അമേരിക്ക എന്നീ രാജ്യങ്ങളിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ ഉറപ്പുവരുത്തും. ഈ കാര്യങ്ങൾക്ക് ഗ്യാരണ്ടി പറഞ്ഞാണ്. ഇത് ചെയ്തില്ലെങ്കിൽ എന്ന് വെച്ചാൽ ജനം ഒരു അവസരം തന്നാൽ അതിൻ്റെ റിസൾട്ടിന് ഞങ്ങൾ ഗ്യാരണ്ടി പറയുന്നു. ഇല്ലെങ്കിൽ ജനത്തിൽ നിന്ന് ഒരു ജനപ്രതിനിധി തിരഞ്ഞെടുത്താൽ കിട്ടുന്ന ആ വേതനം ഞങ്ങൾ ഈ മൃഗങ്ങൾ മൂലം ഇപ്പോൾ ഏകദേശം 10 പേർ ഈ അടുത്ത നാളുകളിൽ മരിച്ചെങ്കിൽ അതേക്കാൾ കൂടുതൽ 7000-ഓളം ആളുകൾ വന്യമൃഗ ശല്യം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസേബിൾ ആയിട്ടും ആക്രമണം കാരണം ജീവിക്കുന്നവരുണ്ട്. അങ്ങനെ മരിച്ച് ജീവിക്കുന്നവർക്ക് വേണ്ടി ആ ഫണ്ട് ഞങ്ങൾ തിരിച്ചു കൊടുക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെലവഴിക്കാൻ തയ്യാറാണ്. അങ്ങനെ ഈ കേരളത്തിൽ ഗ്യാരണ്ടി പറഞ്ഞ് ഒരു പ്രൊജക്റ്റിന് ഒരു ഗ്യാരണ്ടി പറഞ്ഞ് വർക്ക് ചെയ്യുന്ന ഒരു കോമ്പറ്റൻസ് ഉള്ള ഒരു മണ്ഡലമാണ് ഇടുക്കി പാർലമെന്റ് മണ്ഡലം. ഞങ്ങൾ അടിവരയിട്ട് പറയുന്നു, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ സാധാരണക്കാരന് ലഭിക്കുന്ന അടിസ്ഥാന പെൻഷൻ മാത്രമേ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഇതിന് ശേഷം ഇപ്പോൾ ഉള്ളതിൻ്റെ വ്യവസ്ഥയ്ക്ക് വ്യത്യസ്തമായി ഞങ്ങൾ കൈപ്പറ്റുമെന്നും ഉറപ്പ് നിങ്ങൾക്കും ഈ മണ്ഡലത്തിലുള്ള ഓരോ വോട്ടേഴ്സും ഞങ്ങൾ 100% ആത്മാർത്ഥതയോടെ നൽകുന്നു. എന്റെ രാജ്യവും ജനാധിപത്യവും എനിക്ക് വലുതാണ്. എന്റെ ഹൃദയം ഇന്ത്യക്ക് വേണ്ടി തുടിക്കുന്നു. കുറ്റവാളികളുടെ മനുഷ്യാവകാശം വലുത്, മൃഗങ്ങളുടെ ജീവന് അവകാശം വലുത്, സാധാരണക്കാരുടെ മാത്രം ജീവിത അവകാശം എവിടെ? ഈ ജീവിത അവകാശം നേടിയെടുക്കാൻ വേണ്ടിയാണ് പ്രവാസിയായ താൻ മത്സരിക്കുന്നത്. കർഷകർ ബലിമൃഗങ്ങൾ, പ്രവാസികൾ കറവ പശുക്കൾ, സാധാരണക്കാർ അടിമകൾ എന്ന മനോഭാവത്തിൽ നിന്നുമാണ് ഇടതു വലത് മുന്നണികളുടെ നയരേഖകൾ തുടങ്ങുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ നടത്തിയ ഡിപ്ലോമേറ്റ് ഓഫ് നാഷണൽ ബോർഡ് പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ 1ാം സ്ഥാനം നേടി ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ ചാഴികാട് ഹോസ്പിറ്റലിലെ നെഫ്രോളജിസ്റ്റ് ഡോക്ടർ രഞ്ജിനി രാധാകൃഷ്ണനെ ആദരിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MBBS പഠിച്ച ശേഷം ഡോക്ടർ രഞ്ജിനി രാധാകൃഷ്ണൻ മദ്രാസ് മെഡിക്കൽ കോളേജിൽ നിന്നും ജനറൽ മെഡിസിനിൽ MD കരസ്ഥമാക്കിയിട്ടുണ്ട്. തുടർന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും നെഫ്രോളജി വിഭാഗത്തിൽ DM ഡിപ്ലോമ നേടിയത്. നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ നടത്തിയ DNB പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ 1ാം സ്ഥാനം നേടി ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ ചാഴികാട്ട് ഹോസ്പിറ്റലിലെ നെഫ്രോളജിസ്റ്റ് ഡോക്ടർ രഞ്ജിനി രാധാകൃഷ്ണനെ ആദരിച്ചു. ദേശീയ തലത്തിൽ പ്രമുഖ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ എല്ലാ മെഡിക്കൽ കോളേജുകളിൽ നിന്നും നെഫ്രോളജി സൂപ്പർ സ്പെഷ്യാലിറ്റി ബിരുദം നേടിയവരും DNB നെഫ്രോളജി റെസിഡൻസുമാണ് ഈ പരീക്ഷയിൽ പങ്കെടുത്തത്. അതിലാണ് ഡോക്ടർ രഞ്ജിനി രാധാകൃഷ്ണൻ ഒന്നാമതെത്തിയത്. ഇതിൻ്റെ പുറകിൽ കുറേ പേരുണ്ട് who are much more happier, much more excited for this. First person who is more excited than me is my son, who just couldn't sit. He wants me to explain what exactly is it. He's 7 years old. I don't know how much he's understood, but he kept on asking me, what exactly is that, Amma? Who is going to give? Evada vecharikum? Appa, will you take me to Delhi? So all these things are just, it's just running in his mind.
അപ്പോൾ തൊട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. He was febrile, he was having upper respiratory infection also. I had to get him to OP also yesterday. Whosoever came to the OPD, he kept on telling everyone, Amma, there's a secret. Should I tell them? Should I tell them? Kept on asking. I said, Mone, calm down, sit. അഖിലേന്ത്യാ പരീക്ഷയിൽ സ്വർണ്ണ മെഡൽ ലഭിച്ച ഡോക്ടർ രഞ്ജിനി രാധാകൃഷ്ണനെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MBBS പഠിച്ച ശേഷം ഡോക്ടർ രഞ്ജിനി രാധാകൃഷ്ണൻ മദ്രാസ് മെഡിക്കൽ കോളേജിൽ നിന്നും ജനറൽ മെഡിസിനിൽ MD കരസ്ഥമാക്കിയിട്ടുണ്ട്. തുടർന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും നെഫ്രോളജി വിഭാഗത്തിൽ DM ബിരുദം നേടിയത്. ഈ ബിരുദം നേടിയ ശേഷമാണ് DNB പരീക്ഷ എഴുതിയതും സ്വർണ്ണ മെഡൽ നേടിയതും. അന്തർദേശീയ രംഗത്ത് ഏറെ മൂല്യമുള്ളതാണ് DNB ബിരുദം. നെഫ്രോളജി രംഗത്ത് കൂടുതൽ വിദഗ്ധ പരിചരണം ഉറപ്പാക്കാനും ഈ ബിരുദത്തിലൂടെ സാധിക്കും. എറണാകുളം കൂത്താട്ടുകുളം സ്വദേശിയാണ് ഡോക്ടർ രഞ്ജിനി രാധാകൃഷ്ണൻ. മെയ് 10 ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ വെച്ച് നടക്കുന്ന കോൺവെക്കേഷനിൽ രാഷ്ട്രപതി സ്വർണ്ണ മെഡൽ സമ്മാനിക്കും. ചാഴികാട്ട് ഹോസ്പിറ്റൽ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ജോസഫ് സ്റ്റീഫൻ, CEO ഡോക്ടർ സ്റ്റീഫൻ ജോസഫ്, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ടോമി മാത്യു, ജനറൽ മാനേജർ തമ്പി എരുമേലിക്കര, ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ ജോസഫ് സ്റ്റീഫൻ, ഡോക്ടർ ലിബിൻ S. പ്രസാദ്, ഡോക്ടർ രാമു കൃഷ്ണൻ, ഡോക്ടർ അഞ്ജലി രാധാകൃഷ്ണൻ, ചീഫ് നഴ്സിംഗ് ഓഫീസർ ഷിനി തോമസ് എന്നിവർ പ്രസംഗിച്ചു. ഒരുപാട് അൺസർട്ടനിറ്റീസ് ഉള്ള ഒരു എക്സാമിനേഷനാണ് DNB. അപ്പോൾ I think you've done a very good job. But that shows her excellence in academics, and also Thambi Varnole, she is excellent in so many other things. Right? അതിനുള്ള വലിയൊരു ഹൃദയ സന്തോഷത്തോടുകൂടിയുള്ള ഒരു അഭിനന്ദനം. അത് നമ്മളുടെ ഇതൊരു നമ്മുടെ ആശുപത്രിക്ക് ഒരു മുതൽക്കൂട്ടാകട്ടെ. ആൻഡ് ഓൾസോ നമ്മുടെ നെഫ്രോളജിയിലെ അക്കാഡമിക്സ് കുറച്ചുകൂടെ നമുക്ക് പുഷപ്പ് ചെയ്യണം. അപ്പം അങ്ങനെയുള്ള ഒരു ആശംസ from my side. I think I sincerely congratulate you and also look forward to your endeavor in bringing up the department to a level where nephrology can be a sought after subject. അപ്പോൾ എല്ലാവരുടെ അനുഭവത്തോടെ ഞാൻ രഞ്ജിനിയെ കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കിയുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ 6 പതിറ്റാണ്ടായി നിസ്തുല സംഭാവനകൾ നൽകുന്ന തൊടുപുഴ ന്യൂമാൻ കോളേജിന് പുതിയ കവാടം സ്വന്തമായി. ഡയമണ്ട് ജൂബിലി വർഷത്തോടനുബന്ധിച്ച് ആർച്ച് ഓഫ് വിസ്ഡം എന്ന് നാമകരണം ചെയ്ത് നിർമ്മിച്ച കവാടത്തിന്റെ ഉദ്ഘാടനം കോതമംഗലം രൂപത അധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ നിർവഹിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിൽ കോളേജ് മാനേജർ മോൺസിഞ്ഞോർ പയസ് മലയക്കണ്ടത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഇടുക്കിയുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ 6 പതിറ്റാണ്ടായി നിസ്തുല സംഭാവനകൾ നൽകുന്ന തൊടുപുഴ ന്യൂമാൻ കോളേജിന് പുതിയ കവാടം സ്വന്തമായി. ഡയമണ്ട് ജൂബിലി വർഷത്തോടനുബന്ധിച്ച് ആർച്ച് ഓഫ് വിസ്ഡം എന്ന നാമകരണം ചെയ്ത് നിർമ്മിച്ച കവാടത്തിന്റെ ഉദ്ഘാടനം കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് മർത്തിക്കണ്ടത്തിൽ നിർവഹിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിൽ കോളേജ് മാനേജർ മോൺസിഞ്ഞോർ പയസ് മലയക്കണ്ടത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. പ്രിൻസിപ്പൽ ഡോക്ടർ ബിജിമോൾ തോമസ്, ബെർസാർ ഫാദർ ബെൻസൺ N. ആന്റണി, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സാജു എബ്രഹാം എന്നിവർ പ്രസംഗിച്ചു. ദ ഗേറ്റ് ഓഫ് എൻട്രൻസ് എന്ന പേരിൽ ന്യൂമാൻ കലാലയം പുതിയൊരു കവാടം നിർമ്മിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഏറെ അധ്വാനിച്ച ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. ഈ കോളേജിൻ്റെ ബെർസാർ ഫാദർ ബെൻസൺ N. ആന്റണി, അതുപോലെ ഈ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന എല്ലാ മഹത് വ്യക്തികളും, ഈ കോളേജിനെ സ്നേഹിക്കുന്ന അധ്യാപകർ, വിദ്യാർത്ഥി സമൂഹം ഒന്നടങ്കം ആഗ്രഹിച്ചതുപോലെ ഈ ഡയമണ്ട് ജൂബിലി ഇയറിൽ ന്യൂമാൻ കോളേജ് അതീവ മനോഹരിയായി മാറിയിരിക്കുകയാണ്. നാക് അക്രഡിറ്റേഷൻ്റെ 4th സൈക്കിളിന് വേണ്ടി ഈ കലാലയം ഒരുങ്ങിയിരിക്കുകയാണ്. 16, 17 തീയതികളിൽ പുതിയ ഒരു വിലയിരുത്തലിനായി ഈ കലാലയം ഒരുങ്ങുമ്പോൾ അതിനായിട്ടുള്ള എല്ലാവിധ ഒരുക്കങ്ങളുടെയും പൂർത്തീകരണം ഈ കവാടത്തിൻ്റെ നിർമ്മാണത്തോടുകൂടി പൂർണ്ണമാവുകയാണ്. അനേകായിരങ്ങൾക്ക് വിജ്ഞാനം പകർന്നു നൽകിയ ന്യൂമാൻ കലാലയം ഇനിയും ഒരുപാട് വർഷങ്ങൾ ആയിരക്കണക്കിന് ആൾക്കാരുടെ, വിദ്യാർത്ഥികളുടെ ആശാകേന്ദ്രമായി മാറണമെന്ന് ന്യൂമാൻ കോളേജിനെ സ്നേഹിക്കുന്ന ഏവരും ആഗ്രഹിക്കുന്നു.
ഏറെക്കാലം ഈ കലാലയം വരും തലമുറയ്ക്ക് താങ്ങും തണലുമായി നിലനിൽക്കട്ടെ. വിജ്ഞാനത്തിൻ്റെ പ്രഭ ഈ കവാടത്തിൽ നിന്ന്, ഈ കലാലയത്തിൽ നിന്ന് ഉയരുമ്പോൾ അത് നാടിന്, സമൂഹത്തിന് വെളിച്ചമായി മാറട്ടെ. ന്യൂമാൻ കലാലയത്തെ സ്നേഹിക്കുന്ന ഏവരെയും ഞങ്ങൾ നന്ദിയോടുകൂടി സ്മരിക്കുന്നു. ഏവർക്കും കോളേജിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. കേരളീയ തനത് വാസ്തുശില്പപ്രകാരം നിർമ്മിച്ചിരിക്കുന്ന കവാടത്തിൽ കോളേജിന്റെ ചരിത്ര സംഭവങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നത് ശ്രദ്ധേയമായി. അധ്യാപകർ, അനധ്യാപകർ, വിദ്യാർത്ഥികൾ, പൗരപ്രമുഖർ, രക്ഷകർത്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്ത ചടങ്ങിൽ കോളേജിൽ പുതുതായി സ്ഥാപിച്ചിരിക്കുന്ന കോളേജിന്റെ സ്വർഗീയ മധ്യസ്ഥൻ വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാന്റെ തിരുസ്വരൂപവും അനാവരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അരിപ്പുഴ മൂഴിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവത്തിന് ആരംഭം കുറിച്ചു. ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ കാവനാട് പരമേശ്വരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉത്സവത്തോടനുബന്ധിച്ച് 4 ദിവസവും വിശേഷാൽ പൂജകൾ, പ്രസാദയൂട്ട്, തിരുവാതിര, നാടൻപാട്ട്, നൃത്തനൃത്യങ്ങൾ, ഗാനമേള, സോപാന സംഗീതം, ചാക്യാർകൂത്ത്, ദാരികൻ തൂക്കം, ഗരുഡൻ തൂക്കം, തെയ്യനെയ്യം, മുടിയേറ്റ് എന്നിവ ഉണ്ടായിരിക്കും. അരുണപ്പുഴ തയ്യാറാക്കിയ റിപ്പോർട്ട്. അരിക്കുഴ മൂഴിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവത്തിന് ആരംഭമായി. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാവനാട് പരമേശ്വരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാവിലെ 4-ന് പള്ളി ഉണർത്തൽ, നിർമ്മാല്യ ദർശനം, 4:30-ന് അഭിഷേകം, മലർ നിവേദ്യം, 5-ന് ഗണപതി ഹോമം, 5:30-ന് ഉഷപൂജ, 6:30-ന് എതിർത്ത് പൂജ, 7-ന് പന്തിരടി പൂജ, 7:30-ന് വരിക്കത്താനത്ത് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളത്ത്, 10 മുതൽ പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയോടെ ശീവേലി, 11 മുതൽ ഉച്ചപൂജ, കളംപൂജ, പാട്ട്, 12-ന് പ്രസാദ ഊട്ട്, വൈകിട്ട് 3-ന് കോട്ടാറ്റ് വിഷുവണ്ണുവർ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളത്ത്, 4:30-ന് നടത്തുറക്കൽ, 5 മുതൽ കാഴ്ച ശിവേലി, പഞ്ചവാദ്യം, 6:30 മുതൽ വിശേഷാൽ ദീപാരാധന, ദീപക്കാഴ്ച, 8 മുതൽ അത്താഴപൂജ, കളംപൂജ, പാട്ട്, 7 മുതൽ സോപാന സംഗീതം, 8:30-ന് നാടൻ പാട്ടും ദൃശ്യാവിഷ്കാരവും, 10:30 മുതൽ വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ വിളക്കിനെഴുന്നള്ളിപ്പ്, വെളുപ്പിന് 2 മുതൽ മുടിയേറ്റ്, 12-ന് രാവിലെ 5-ന് പള്ളി ഉണർത്തൽ, 5:30-ന് ഗണപതി ഹോമം, 8:30 മുതൽ വിശേഷാൽ പൂജകൾ, 10:30 മുതൽ ഉച്ചപൂജ, 11-ന് ഇളംകാവിലേക്ക് എഴുന്നള്ളിപ്പ്, 12-ന് പ്രസാദ ഊട്ട്, വൈകിട്ട് 5-ന് വിശേഷാൽ ഭഗവതി സേവ, 6:30-ന് ചാക്യാർകൂത്ത്, 8-ന് നൃത്തനൃത്യങ്ങൾ, രാത്രി 9 മുതൽ ഗാനമേള, 12 മുതൽ ദാരികൻ തൂക്കം, ഗരുഡൻ തൂക്കം, 13-ന് രാവിലെ 5:30-ന് ഇളങ്കാവിൽ നിന്നും തിരിച്ചെഴുന്നള്ളത്ത്, തുടർന്ന് ക്ഷേത്രക്കടവിൽ ആറാട്ട്, 6:30 മുതൽ അഭിഷേകം, മലർ നിവേദ്യം, 10 മുതൽ മകേരമിടി, ഉച്ചപൂജ, 12 മുതൽ പ്രസാദ ഊട്ട് തുടങ്ങിയ പരിപാടികളാണ് നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, അരിക്കുഴ. തൊടുപുഴ താലൂക്ക് റൂറൽ മർച്ചന്റ്സ് വെൽഫെയർ സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ പൊതുജനങ്ങൾക്കും സഹകാരികൾക്കുമായി നീതി മെഡിക്കൽ സ്റ്റോർ ആരംഭിക്കുമെന്ന് പ്രസിഡന്റ് ജയകൃഷ്ണൻ പുതിയെടുത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 12 വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് സഹകരണ സംഘം ഓഡിറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ KP സുനിത ഉദ്ഘാടനം നിർവഹിക്കും. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അജീവ് പുരുഷോത്തമൻ ആദ്യ വിൽപ്പന നിർവഹിക്കും. സംഘം പ്രസിഡന്റ് ജയകൃഷ്ണൻ പുതിയെടുത്ത് അധ്യക്ഷത വഹിക്കും. തൊടുപുഴ താലൂക്ക് റൂറൽ മർച്ചന്റ്സ് വെൽഫെയർ സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ പൊതുജനങ്ങൾക്കും സഹകാരികൾക്കുമായി നീതി മെഡിക്കൽ സ്റ്റോർ ആരംഭിക്കുമെന്ന് പ്രസിഡന്റ് ജയകൃഷ്ണൻ പുതിയെടുത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 12 വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് സഹകരണ സംഘം ഓഡിറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ KP സുനിത ഉദ്ഘാടനം നിർവഹിക്കും. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അജീവ് പുരുഷോത്തമൻ ആദ്യ വിൽപ്പന നിർവഹിക്കും. സംഘം പ്രസിഡന്റ് ജയകൃഷ്ണൻ പുതിയെടുത്ത് അധ്യക്ഷത വഹിക്കും. സംസ്ഥാന സഹകരണ വകുപ്പിന്റെ മേൽനോട്ടത്തിൽ കൺസ്യൂമർ ഫെഡുമായി സഹകരിച്ച് ഉപഭോക്താക്കൾക്ക് ജീവൻരക്ഷാ മരുന്നുകൾ അടക്കമുള്ള മരുന്ന് ഉൽപ്പന്നങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഉദ്ദേശ ലക്ഷ്യം. തൊടുപുഴ ടൗണിന് പരിസരത്തുള്ള 5 കിലോമീറ്റർ ചുറ്റളവിൽ മരുന്നുകൾ ആവശ്യക്കാരുടെ വീടുകളിലേക്ക് എത്തിക്കുന്ന ഹോം ഡെലിവറി സംവിധാനവും ലഭ്യമാക്കും. വർദ്ധിച്ചുവരുന്ന ജീവിത ചെലവിനിടയിൽ പൊതുജനങ്ങൾക്ക് അത്യന്താപേക്ഷിതമായ ഇംഗ്ലീഷ്, ആയുർവേദ, വെറ്റിനറി മരുന്നുകളും പെറ്റ് ഫുഡ്സ്, ബേബി ഫുഡ്സ്, സൗന്ദര്യ സംവർദ്ധക ഉൽപ്പന്നങ്ങൾ എന്നിവയും ഈ സ്ഥാപനത്തിൽ നിന്നും രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 8 മണി വരെ ലഭ്യമാണ്. തൊടുപുഴ കാഞ്ഞിരമറ്റം ബൈപ്പാസിൽ പഴയ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് തിരിയുന്ന മെസ്കോസ് ജംഗ്ഷനിൽ സംഘത്തിന്റെ ഹെഡ് ഓഫീസിന്റെ താഴത്തെ നിലയിൽ പാർക്കിംഗ് സൗകര്യത്തോടു കൂടിയാണ് നീതി മെഡിക്കൽ സ്റ്റോർ ആരംഭിക്കുന്നത്. ഇവിടെ നിന്നും ഇംഗ്ലീഷ് മരുന്നുകൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാകുമെന്ന് പ്രസിഡന്റ് ജയകൃഷ്ണൻ പുതിയെടുത്ത് പറഞ്ഞു. സഹകരണ ബില്ലിൽ നിന്നും കൺസ്യൂമർ ബില്ലിൽ നിന്നും നമ്മുടെ മരുന്നുകൾ വാങ്ങിക്കൊണ്ട് ജീവനരക്ഷാ മരുന്നുകൾ അടക്കമുള്ള മരുന്നുകൾ ഏറ്റവും വില കുറച്ച് ആളുകളിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവിധ മരുന്നുകളും, അതുപോലെ തന്നെ നമ്മുടെ ആയുർവേദ, വെറ്റിനറി, പെറ്റ് ഫുഡുണ്ട്, ബേബി ഫുഡുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് മരുന്നുകൾ മേഖലയിലെ എല്ലാ സൗന്ദര്യ സംബന്ധ വസ്തുക്കളും എല്ലാം ചേർന്ന് ആളുകളിൽ ഏറ്റവും വില കുറച്ച്
കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അംഗങ്ങൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടും നമ്മുടെ സഹകാരികൾക്ക് സംഘാംഗങ്ങൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടും കൊടുക്കുന്നുണ്ട്. പക്ഷേ തൊടുപുഴയിലെ സഹകരണ മേഖലയിൽ ഏറ്റവും വില കുറച്ച് കൊടുക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും നല്ല സൗകര്യത്തോടുകൂടി നമ്മുടെ സംഘത്തിൻ്റെ ഓഫീസിന് താഴത്തെ നിലയിലാണ് കാഞ്ഞിരപ്പറ്റം ബൈപ്പാസ് ജംഗ്ഷനിൽ നമ്മുടെ പഴയ KSRTC പോകുന്ന വഴിക്ക് സംഘത്തിൻ്റെ ഹെഡ് ഓഫീസിന് താഴത്തെ നിലയിലാണ് നീതി മെഡിക്കൽ സ്റ്റോർ പ്രവർത്തിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സഹകരണ മേഖലയിൽ കൺസ്യൂമറുകളുമായിട്ട് സഹകരിച്ചുകൊണ്ട് മരുന്നുകൾ ഏറ്റവും വില കുറച്ച് കൊടുക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നീതിക്ക് പറയുന്ന 14% മുതൽ 70% വരെ വിലക്കുറവിൽ മരുന്നുകൾ കൊടുക്കണം എന്നാണ് സഹകരണ വകുപ്പും അതുപോലെ കൺസ്യൂമർ ബോർഡും ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ തൊടുപുഴയിൽ ഇങ്ങനെ ഒരു സംരംഭം ആദ്യമായിട്ട് നമ്മുടെ ഈ വ്യാപാര സൊസൈറ്റിയുടെ പേരിൽ ഒരു സംഘം ഇങ്ങനൊരു നീതി മെഡിക്കൽ സ്റ്റോർ പ്രവർത്തനം ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്. മരുന്നുകൾ ഹോം ഡെലിവറിയായി ആവശ്യമുള്ളവർക്ക് 97782432995 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മരുന്ന് എത്തിച്ചു കൊടുക്കുന്നതാണ്. വാർത്താ സമ്മേളനത്തിൽ സംഘം വൈസ് പ്രസിഡന്റ് സാജു കുന്നേമുറി, ഭരണസമിതി അംഗങ്ങളായ ഷാജി വർഗീസ്, CS ശശീന്ദ്രൻ, നിമ്മി ഷാജി, ജോമി കുന്നപ്പള്ളി, സെക്രട്ടറി അജ്മൽ M അസീസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വേനൽച്ചൂടിൽ കാർഷിക വിളകൾ കരിഞ്ഞൊടുങ്ങുന്നതിനിടയിൽ ഇടുക്കിയിലെ മലയോര മേഖലയിൽ വെട്ടുകിളി ശല്യം വർദ്ധിച്ചു. ഏലം, കാപ്പി, കുരുമുളക് തുടങ്ങിയ നാണ്യവിളകളുടെയും ഭക്ഷ്യവിളകളുടെയും ഇലകൾ പൂർണ്ണമായും തിന്നു നശിപ്പിക്കുകയാണ്. കൊന്നത്തടി പഞ്ചായത്തിൽ വെട്ടുകിളി ശല്യം രൂക്ഷമായ പ്രദേശങ്ങളിൽ കാർഷിക വിദഗ്ധർ സന്ദർശനം നടത്തി. മുനിയറ പുത്തൻപുഴയ്ക്ക് വർക്കിച്ചന്റെ കൃഷിയിടത്തിൽ സംഘം സന്ദർശിച്ചു. വേനൽ ചൂടിൽ കാർഷിക വിളകൾ കരിഞ്ഞുണങ്ങുന്നതിനിടയിൽ ഇടുക്കിയിലെ മലയോര മേഖലയിൽ വെട്ടുകിളി ശല്യവും വർദ്ധിച്ചു. ഏലം, കാപ്പി, കുരുമുളക് തുടങ്ങിയ നാണ്യവിളകളുടെയും ഭക്ഷ്യവിളകളുടെയും ഇലകൾ പൂർണ്ണമായും തിന്ന് നശിപ്പിക്കുകയാണ്. കൊന്നത്തടി പഞ്ചായത്തിൽ വെട്ടുകിളി ശല്യം രൂക്ഷമായ പ്രദേശങ്ങളിൽ കാർഷിക വിദഗ്ധർ സന്ദർശനം നടത്തി. മുനിയറ പുത്തൻപുരയ്ക്കൽ വർക്കിച്ചന്റെ കൃഷിയിടത്തിൽ സംഘം സന്ദർശിച്ചു. മുകളിലേക്ക് എവിടെയെങ്കിലും അടുത്തിരിക്കുന്നുണ്ടോ? കേരള കാർഷിക സർവകലാശാല കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രം സയന്റിസ്റ്റ് ഡോക്ടർ ഗവാസ് രാഗേഷ്, കേന്ദ്ര സംയോജിത കീട നിയന്ത്രണ കേന്ദ്രം അസിസ്റ്റന്റ് പ്ലാന്റ് പ്രൊട്ടക്ഷൻ ഓഫീസർ ടോം ചെറിയാൻ, കൊന്നത്തടി കൃഷി ഓഫീസർ ബിജു KD എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വിവിധയിടങ്ങളിൽ സന്ദർശനം നടത്തി പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ചത്. വർഷങ്ങളിൽ അപൂർവമായി കാണപ്പെട്ടിരുന്ന ഒരു പ്രതിഭാസം വളരെ രൂക്ഷമായ അവസ്ഥയിൽ ഇന്ന് നമുക്ക് മുമ്പിൽ നിൽക്കുകയാണ്. വെട്ടുകിളികളുടെ, പ്രത്യേകിച്ച് കോഫി ലോക്കസ്റ്റ് എന്ന് വിളിക്കുന്ന വെട്ടുകിളികളുടെ അതിരൂക്ഷമായ ആക്രമണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ തോട്ടത്തിലുള്ള നമ്മുടെ ഏലത്തിൻ്റെ ചെടികൾ, മുരുക്ക്, മുള്ളുമുരുക്ക്, തേക്ക്, വാഴ തുടങ്ങിയ എല്ലാ ചെടികളെയും ഇത് ഇല തിന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ചെടികളുടെ പുറത്തും കറുത്ത ഈ ഇളം ദശയിലുള്ള ഈ പുൽച്ചാടികളുടെ, ഈ വെട്ടുകിളികളുടെ കുഞ്ഞുങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഇല കാണാൻ പറ്റാത്ത രീതിയിൽ മറഞ്ഞു നിന്ന് ഇല തിന്ന് തീർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്ര രൂക്ഷമായ രീതിയിൽ ഇത് വന്നിരിക്കുന്നതിന് പ്രധാന കാരണം കാലാവസ്ഥ വ്യത്യാസങ്ങളുണ്ടായ മാറ്റങ്ങൾ, അതിന് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നിരിക്കുന്നു, വിളവ് കൃത്യമായി കിട്ടിയിരിക്കുന്നു, അതിനുള്ള ആഹാര സസ്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. അതുകൊണ്ടാണ് വലിയ ചുരുങ്ങിയ കാലയളവിൽ ഇത് പെട്ടെന്ന് പറ്റി പരിഹരിക്കുന്നത്. നമ്മുടെ വേപ്പെണ്ണ അസാട്രാക്ഷൻ 10,000 ppm എന്ന് വിളിക്കുന്ന വേപ്പെണ്ണ നമുക്ക് 3 മില്ലി ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുന്നത് വഴി ഇവരെ ആഹാരം കഴിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കും. രണ്ടാമത് അവശ്യ ഘട്ടങ്ങൾ, രൂക്ഷമാകുന്ന ഘട്ടങ്ങളിൽ നമുക്ക് കീടനാശിനികളായ ക്ലോർപൈറിഫോസോ ലാംഡോസൈലോത്രിനോ തളിച്ചു കൊടുക്കാവുന്നതാണ്. അതിലുപരി പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ മിത്ര നിമാവരകൾ അടങ്ങിയ കടാവറുകൾ നമ്മൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വളരെ വിപുലമായ രീതിയിൽ അത് കർഷകർക്ക് എത്തിച്ചു കൊടുക്കാൻ കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മതനിരപേക്ഷത ഉയർത്തിക്കാട്ടുന്ന LDF പാതയെ അനുകൂലിച്ച് ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് വ്യത്യസ്തമായി ഉദ്ഘാടനം നിർവഹിച്ച് വണ്ടിപ്പെരിയാറിലെ LDF പ്രവർത്തകർ. 3 മതവിഭാഗത്തിൽപ്പെട്ട അമ്മമാരെ കൊണ്ടു നടത്തിയ തിരഞ്ഞെടുപ്പ് ബൂത്ത് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം വ്യത്യസ്തമായി മാറി.
രാജ്യത്ത് മതനിരപേക്ഷത ഉയർത്തിക്കാട്ടി LDF തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രചാരണം നടത്തുമ്പോൾ ഈ മതനിരപേക്ഷതയെ മാതൃകയാക്കുകയാണ് വണ്ടിപ്പെരിയാറിലെ LDF പ്രവർത്തകർ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം വണ്ടിപ്പെരിയാറിൽ സ്ഥാപിച്ച പശുമല ജംഗ്ഷനിലെ 173, 175 തെരഞ്ഞെടുപ്പ് ബൂത്ത് കമ്മിറ്റി ഓഫീസുകളുടെ ഉദ്ഘാടനമാണ് വ്യത്യസ്തമായത്. ഇസ്ലാം വിഭാഗത്തിൽപ്പെട്ട സലീമ ബീവി, ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട പൂങ്കുടി, ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട സാറാമ എന്നീ അമ്മമാരെ കൊണ്ട് നടത്തിയ തെരഞ്ഞെടുപ്പ് ബൂത്ത് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനമാണ് ശ്രദ്ധേയമായത്. നാടെങ്ങും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകളുടെ ഉദ്ഘാടനം രാഷ്ട്രീയ നേതാക്കൾ നിർവഹിക്കുമ്പോൾ വണ്ടിപ്പെരിയാറിലെ LDF പ്രവർത്തകരുടെ ഈ തെരഞ്ഞെടുപ്പ് ബൂത്ത് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ഇതിനോടകം തന്നെ ശ്രദ്ധേയമായി മാറി. LDF ജില്ലാ കമ്മിറ്റി അംഗം KM ഉഷ, LDF വണ്ടിപ്പെരിയാർ തെരഞ്ഞെടുപ്പ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി K സുധാകരൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ PK ഗോപി, G ശിങ്കരാജ്, ബൂത്ത് സെക്രട്ടറി R സെൽവത്തായി, സ്റ്റിലികുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് വ്യത്യസ്തമായ തെരഞ്ഞെടുപ്പ് ബൂത്ത് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നടന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. കേരള സ്റ്റോറി സിനിമയുടെ പ്രമേയം തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ടതാണെന്ന് NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ. ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും യാഥാർത്ഥ്യമാണ്. ഏലപ്പാറയിലെയും ഉപ്പുതറയിലെയും തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകൾ സ്ഥാനാർത്ഥി ഉദ്ഘാടനം ചെയ്തു. പെരുവതാനം പഞ്ചായത്തിലെ മൂഴിക്കൽ ട്രൈബൽ മേഖലയിലാണ് പര്യടനം അവസാനിച്ചത്. കേരള സ്റ്റോറി സിനിമയുടെ പ്രമേയം തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണെന്ന് NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ. ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും യാഥാർത്ഥ്യമാണ്. ഇത്തരം വിപത്തുകൾ സമൂഹത്തിൽ നിന്നും പിഴുതെറിയേണ്ടത് ആവശ്യവുമാണ്. കേരള സ്റ്റോറി മുസ്ലിങ്ങൾക്കെതിരെയാണെന്ന ധാരണ പരത്തുന്നത് തെറ്റാണെന്നും സംഗീത വിശ്വനാഥൻ പറഞ്ഞു. പീരുമേട് നിയോജക മണ്ഡലത്തിലെ പര്യടനം വാഗമണിൽ നിന്നുമാണ് ആരംഭിച്ചത്. BJP ജില്ലാ ഉപാധ്യക്ഷൻ K കുമാർ ഉദ്ഘാടനം ചെയ്തു. ഏലപ്പാറ, ഉപ്പുതറ, അയ്യപ്പൻകോവിൽ, പെരുവന്താനം എന്നീ പഞ്ചായത്തുകളിലാണ് വ്യാഴാഴ്ച പര്യടനം നടത്തിയത്. ഏലപ്പാറയിലെയും ഉപ്പുതറയിലെയും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകൾ സ്ഥാനാർത്ഥി ഉദ്ഘാടനം ചെയ്തു. പെരുവന്താനം പഞ്ചായത്തിലെ മൂഴിക്കൽ ട്രൈബൽ മേഖലയിലാണ് വ്യാഴാഴ്ചത്തെ പര്യടനം അവസാനിച്ചത്. ന്യൂസ് ബ്യൂറോ, പീരുമേട്. മണ്ഡലത്തിലെ 216 ആദിവാസി കുടികളും നേരിട്ട് സന്ദർശിച്ച് ഗോത്രക്ഷേമ സദസ്സ് സംഘടിപ്പിച്ച ജോയ്സ് ജോർജ് ബുധനാഴ്ച ഇടമലക്കുടിയിലെത്തി പിന്തുണ തേടി. ഇടമലക്കുടിയിലെ 16 കുടികളിലും സന്ദർശിച്ചിട്ടുള്ള ഏക MP കൂടിയാണ് ജോയ്സ് ജോർജ്. രാവിലെ 3:00 ടാറ്റ ടീ ഫാക്ടറി തൊഴിലാളികളെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ച ശേഷം ഇടമലക്കുടിയിലേക്ക് പുറപ്പെട്ടു. പെട്ടിമുടിയിലെത്തിയ സ്ഥാനാർത്ഥി ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ സ്മൃതി മണ്ഡപത്തിൽ സ്മരണാഞ്ജലി അർപ്പിച്ച ശേഷം 10:30 ഇടമലക്കുടിയിലെത്തി. MP ആയിരിക്കെ മണ്ഡലത്തിലെ 216 ആദിവാസി കുടികളും നേരിട്ട് സന്ദർശിച്ച് ഗോത്രക്ഷേമ സദസ്സ് സംഘടിപ്പിച്ച ജോയ്സ് ജോർജ് ബുധനാഴ്ച ഇടമലക്കുടിയിലെത്തി പിന്തുണ തേടി. ഇടമലക്കുടിയിലെ 16 കുടികളും സന്ദർശിച്ചിട്ടുള്ള ഏക MP കൂടിയാണ് ജോയ്സ് ജോർജ്. രാവിലെ 3:00 ടാറ്റ ടീ ഫാക്ടറി തൊഴിലാളികളെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ച ശേഷം ഇടമലക്കുടിയിലേക്ക് പുറപ്പെട്ടു. പെട്ടിമുടിയിലെത്തിയ സ്ഥാനാർത്ഥി ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ സ്മൃതി മണ്ഡപത്തിൽ സ്മരണാഞ്ജലി അർപ്പിച്ച ശേഷം 10:30 ഇടലിക്കുടിയിലെത്തി. ഊരുമുപ്പൻ മുതിരപ്പൻ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു. 11 ഇടമലക്കുടിയിലെത്തിയ സ്ഥാനാർത്ഥിയെ കാത്തുനിന്ന ഗോത്രജനത സ്നേഹവായ്പോടെ സ്വീകരിച്ചു. പരമ്പരാഗത വേഷത്തിലും ആചാരങ്ങളിലുമാണ് സ്ഥാനാർത്ഥിയെ വരവേറ്റത്. MP ആയിരിക്കെ ഇടമലക്കുടിയിലെത്തി ഗതാഗത സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്തത് സ്ഥാനാർത്ഥി അനുസ്മരിച്ചു. ആദിവാസികൾ താമസിക്കുന്ന എല്ലാ കുടികളും അന്ന് MP ആയിരുന്ന സമയത്ത് നേരിട്ട് പോയി സന്ദർശിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാർ അന്നിവിടെ വന്നപ്പോഴും ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ഉണ്ടായിരുന്നല്ലോ കൂടെ, ഓർക്കുന്നില്ലേ? മുഴുവൻ ഉദ്യോഗസ്ഥന്മാരുമായിട്ടാണ്. അപ്പോൾ അങ്ങനെ അന്ന് വീടുകളുടെയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. ഒത്തിരി വിഷയങ്ങൾ നമ്മൾ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ ഇടമലക്കുടി പാക്കേജ് ആദ്യഘട്ടത്തിലുള്ളതിൻ്റെ റോഡ് നിർമ്മാണമൊക്കെ പകുതി പൂർത്തീകരിച്ച് പ്രശ്നമായിട്ട് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നീട് ഇപ്പോൾ ഇടമലക്കുടിയിൽ കഴിഞ്ഞ നമ്മുടെ ഗവൺമെൻറ് കാലത്ത് മണിയാശാൻ മന്ത്രിയായിരിക്കുമ്പോൾ എല്ലായിടത്തും കറണ്ട് എത്തിച്ചു. അപ്പോൾ റോഡിൻ്റെ പണി ഏതാണ്ട് പൂർത്തിയായി വരികയാണ്. അതിൻ്റെ അടുത്ത ഘട്ടം എത്തുമ്പോഴത്തേനും അത് താഴേക്കും കൂടി എത്തും, സൊസൈറ്റി കൂടി വരെ അത് വരും. തുടർന്ന് ആണ്ടവൻകൊടി, അമ്പലപ്പടി, കണ്ടതുകൊടി, സൊസൈറ്റി കൊടി എന്നീ കുടികളിലെത്തിയ സ്ഥാനാർത്ഥി നേരിട്ട് വോട്ട് അഭ്യർത്ഥിച്ചു. ഇടമലക്കുടിയിൽ ഇപ്പോൾ നടന്നുവരുന്ന 18 കോടിയുടെ റോഡ് നിർമ്മാണവും 806 കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിക്കാൻ കഴിയുന്നതും വൈദ്യുതീകരണവും വിവിധ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനങ്ങളും നടപ്പിലാക്കി അടിസ്ഥാന സൗകര്യമൊരുക്കിയ LDF സർക്കാരിനോടുള്ള നന്ദി പ്രകടനം കൂടിയായിരുന്നു ഗോത്ര നിവാസികൾ നൽകിയ സ്വീകരണം. A. രാജ MLAയോടും സഹപ്രവർത്തകരോടുമൊപ്പമാണ് സ്ഥാനാർത്ഥി ഇടമലക്കുടിയിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തിരക്കേറിയ ഔദ്യോഗിക ജീവിതത്തിലും കലയെ മാറോട് ചേർത്ത് പിടിക്കുന്ന സന്തോഷ് ജേക്കബ് നാടും തന്മ വിടാത്ത കൺകളി പൊൻകളി എന്ന വിഷുപ്പാട്ടുമായി എത്തി. തിരുവനന്തപുരം ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിൽ ജോയിന്റ് സെക്രട്ടറിയും ഇപ്പോൾ കേരള സാമൂഹ്യ സുരക്ഷാ മിഷനിൽ അസിസ്റ്റന്റ് ഡയറക്ടറായും ജോലി ചെയ്യുന്ന മേലുകാവ് ചെത്തിമറ്റത്തിൽ സന്തോഷ് ജേക്കബാണ് ജോലിക്കൊപ്പം കലയും ഒന്നിച്ചു കൊണ്ടുപോകുന്നത്.
ഇതിനോടകം 20ഓളം ഗാനങ്ങൾ ചെത്തിമറ്റം ഓഡിയോസിന് വേണ്ടി രചിച്ചു. തിരക്കേറിയ ഔദ്യോഗിക ജീവിതത്തിലും കലയെ മാറോട് ചേർത്ത് പിടിക്കുന്ന സന്തോഷ് ജേക്കബ് നാടൻ തന്മ വിടാത്ത കൺകളിൽ പൊൻകണി എന്ന വിഷുപ്പാട്ടുമായി എത്തി. തിരുവനന്തപുരം ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിൽ ജോയിന്റ് സെക്രട്ടറിയും ഇപ്പോൾ കേരള സാമൂഹ്യ സുരക്ഷാ മിഷനിൽ അസിസ്റ്റന്റ് ഡയറക്ടറായും ജോലി ചെയ്യുന്ന മേലുകാവ് ചെത്തിമറ്റത്തിൽ സന്തോഷ് ജേക്കബാണ് ജോലിക്കൊപ്പം കലയും ഒന്നിച്ചു കൊണ്ടുപോകുന്നത്. ഇതിനോടകം 20ഓളം ഗാനങ്ങൾ ചെത്തിമറ്റം ഓഡിയോസിന് വേണ്ടി രചിച്ച് പുറത്തിറക്കിയിട്ടുണ്ട്. കണിക്കൊന്നയും പൂനിലാവും നല്ല കാഞ്ചന തട്ടത്തിൽ നിറകണിയും കണിക്കൊന്നയും പൂനിലാവും നല്ല കാഞ്ചന തട്ടത്തിൽ നിറകണിയും കിഞ്ചന സ്വരം മൂളും ചേലായി നവ കൊഞ്ചലായി കേൾക്കുന്നു വിഷുക്കിളിയേ കിഞ്ചന സ്വരം മൂളും ചേലായി നവ കൊഞ്ചലായി കേൾക്കുന്നു വിഷുക്കിളിയേ. ഗാനരചന മാത്രമല്ല കഥ, കവിത, നാടക, ചിത്രരചനകൾക്ക് പുറമെ നല്ലൊരു കരകൗശല വിദഗ്ധൻ കൂടിയാണ് ഇദ്ദേഹം. ചിരട്ടയിലും തടിയിലും തീർക്കുന്ന ശില്പങ്ങൾ ആരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലുള്ളവയാണ്. സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഓർമ്മത്തോണി എന്ന പ്രോജക്റ്റിനു വേണ്ടി ലോഗോ വരച്ചു നൽകിയത് ഇദ്ദേഹമാണ്. കരാട്ടയിലും കളരിയിലും പയറ്റിത്തെളിഞ്ഞ ആത്മവിശ്വാസവും ഈശ്വരവിശ്വാസവും ലാളിത്യവും കൈമുതലാക്കിയാണ് കലാജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും സന്തോഷ് തിളങ്ങുന്നത്. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയിൽ ട്രഷററായിരിക്കെ 2 തവണ ഗുഡ് സർവീസ് എൻട്രി നേടുകയുണ്ടായി. ഇത്ര തിരക്കേറിയ ജീവിതമാണെങ്കിലും തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള കഴിവുകൾ സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ വിനിയോഗിക്കണമെന്ന സന്ദേശമാണ് തൻ്റെ ഉദ്യമങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും യുവജനങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടത് ഭാവനാപൂർണമായി തങ്ങളിലുള്ള നല്ല കഴിവുകളെ പുറത്തെടുക്കലാണെന്നും അദ്ദേഹം പറയുന്നു. സന്തോഷിൻ്റെ വരികൾക്ക് അർത്ഥവത്തായ ഈണം നൽകി ഭാവസാന്ദ്രമായി ആലപിച്ച സുജിത് കൃഷ്ണൻ തൊടുപുഴ, അഭിനേതാക്കളായ അനിൽ മേലുകാവ്, മകൾ ഇന അനിൽ, മാസ്റ്റർ രോഹിത്, എഡിറ്റിംഗ് ജിജു ജോൺ ഇടുക്കി, DOP ആൻഡ് ഡയറക്ടർ അജിത് കളർ റിങ്സ്, അസോസിയേറ്റ് ഡയറക്ടർ വിനിൽ കാക്കനാട്, പ്രൊഡ്യൂസർ സെബാസ്റ്റ്യൻ ചെത്തിമറ്റം എന്നിവരാണ് പാട്ടിൻ്റെ വിജയശില്പികൾ. യൂട്യൂബിൽ ചെത്തിമറ്റം ഓഡിയോസ് ചാനലിൽ ഈ ഗാനം എല്ലാവർക്കും ആസ്വദിക്കാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ, മേലുകാവ്. അവധിക്കാല സമ്മർ ക്യാമ്പ് പരിശീലനം ആരംഭിച്ചു. തൊടുപുഴ ദ്രോണ സ്പോർട്സ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി അവധിക്കാല പരിശീലനം ആരംഭിച്ചു. ജിംനാസ്റ്റിക്, വുഷു, കരാട്ടെ, തായ്ക്കൊണ്ട എന്നീ സ്പോർട്സ് ഇനങ്ങളിൽ ഏപ്രിൽ 10 മുതൽ മെയ് 10 വരെ വിദഗ്ധരായ പരിശീലകരുടെ നേതൃത്വത്തിൽ അവധിക്കാല സമ്മർ കോച്ചിംഗ് ക്യാമ്പ് നടത്തുന്നു. പരിശീലന പരിപാടി തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. ദ്രോണ സ്പോർട്സ് അക്കാദമി പ്രസിഡന്റ് വിനോദ് വിൻസെന്റ് അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ ദ്രോണ സ്പോർട്സ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി അവധിക്കാല സമ്മർ ക്യാമ്പ് പരിശീലനം ആരംഭിച്ചു. ജിംനാസ്റ്റിക്, വുഷു, കരാട്ടെ, തായ്ക്കൊണ്ട എന്നീ സ്പോർട്സ് ഇനങ്ങളിൽ ഏപ്രിൽ 10 മുതൽ മെയ് 10 വരെ വിദഗ്ധരായ പരിശീലകരുടെ നേതൃത്വത്തിൽ അവധിക്കാല സമ്മർ കോച്ചിംഗ് ക്യാമ്പ് നടത്തുന്നു. പരിശീലന പരിപാടി തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. ദ്രോണ സ്പോർട്സ് അക്കാദമി പ്രസിഡന്റ് വിനോദ് വിൻസെന്റിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സംസ്ഥാന ഒളിമ്പിക് അസോസിയേഷൻ അംഗം ശരത് യു നായർ, ഇടുക്കി ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ പ്രിൻസ് എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ ജില്ലാ ജിംനാസ്റ്റിക് അസോസിയേഷൻ സെക്രട്ടറി PN സുധീർ സ്വാഗതവും ദ്രോണ സ്പോർട്സ് അക്കാദമി വൈസ് പ്രസിഡന്റ് ഷിനോ നന്ദിയും പറഞ്ഞു. കായിക ഇനങ്ങളിൽ സംസ്ഥാന തലത്തിൽ പങ്കെടുത്ത മികവ് തെളിയിച്ച കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകളും മെഡലും യോഗത്തിൽ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മുൻ MLA KPCC എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന PP സുലൈമാൻ റാവുത്തർ CPM-ൽ ചേർന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചതായി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ നടത്തിയ ഡിപ്ലോമേറ്റ് ഓഫ് നാഷണൽ ബോർഡ് പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ 1ാം സ്ഥാനം നേടി ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ ചാഴിക്കാട് ഹോസ്പിറ്റലിലെ നെഫ്രോളജിസ്റ്റ് ഡോക്ടർ രഞ്ജിനി രാധാകൃഷ്ണനെ ആദരിച്ചു. ഇടുക്കിയുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ 6 പതിറ്റാണ്ടായി വിസ്തൃത സംഭാവനകൾ നൽകുന്ന തൊടുപുഴ ന്യൂമാൻ കോളേജിന് പുതിയ കവാടം സ്വന്തമായി. ഡയമണ്ട് ജൂബിലി വർഷത്തോടനുബന്ധിച്ച് ആർച്ച് ഓഫ് വിസ്ഡം എന്ന നാമകരണം ചെയ്ത് നിർമ്മിച്ച കവാടത്തിന്റെ ഉദ്ഘാടനം കോതമംഗലം രൂപത അധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ നിർവഹിച്ചു. അരിപ്പുഴ മൂഴിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവത്തിന് ആരംഭം കുറിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാവനാട് പരമേശ്വർ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
ആഭിമുഖ്യത്തിൽ പൊതുജനങ്ങൾക്കും സഹകാരികൾക്കുമായി നീതി മെഡിക്കൽ സ്റ്റോർ ആരംഭിക്കുമെന്ന് പ്രസിഡന്റ് ജയകൃഷ്ണൻ പുതിയടത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.